ഞാനിന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് നിങ്ങൾ ഒരിക്കലും പോയിട്ടില്ലാത്തൊരു പ്രോപ്പർട്ടിയാണ്. നിങ്ങൾ ഈ പ്രോപ്പർട്ടി എന്നല്ല ഇതുപോലത്തെ ഒരു പ്രോപ്പർട്ടിയിലേ പോയിട്ടുണ്ടാവുക. അത്രയും ഒരു കിടിലൻ വൈബ് തരുന്നൊരു പ്രോപ്പർട്ടി. ഒരു പഴയ ബ്രിട്ടീഷ് ബംഗ്ലാവ്, ഏകദേശം 100 വർഷത്തോളം പഴക്കമുള്ളൊരു ബ്രിട്ടീഷ് ബംഗ്ലാവിൻ്റെ മുന്നിലാണ് ഞാൻ നിൽക്കുന്നത്. ഇതിരിക്കുന്നൊരു ഏരിയ എന്ന് പറഞ്ഞാൽ ഒരു 80 ഏക്കർ കോഫി പ്ലാന്റേഷൻ, അതും കാടിനോട് ചേർന്നിട്ടുള്ള പ്രോപ്പർട്ടി. നമ്മുടെ ഈ പ്രോപ്പർട്ടി നിന്നുകൊണ്ട് തന്നെ നമുക്ക് ആനയും കാട്ടുപോത്തും പിന്നെ വേഴാമ്പലിനെയും കാണാൻ പറ്റും. മലമുഴക്കി വേഴാമ്പൽ സ്ഥിരമായിട്ട് വരുന്ന 3-4 മരങ്ങൾ നമ്മുടെ ഈ പ്രോപ്പർട്ടിക്കുള്ളിൽ തന്നെയുണ്ട്. അങ്ങനെയൊക്കെ ഒരു കിടു വൈബ് തരുന്നൊരു സ്റ്റേ, ഒരു 4-5 ദിവസത്തേക്ക് നെറ്റ്വർക്ക് ഒന്നും ഇല്ലാണ്ട് നമ്മളൊരു പീസ്ഫുൾ ലൈഫിന് വേണ്ടി വരണമെങ്കിൽ സെലക്ട് ചെയ്യാൻ പറ്റുന്നൊരു സ്റ്റേയിലാണ് ഞാനുള്ളത്. നമ്മുടെ ഈ സ്റ്റേയുടെ ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഊട്ടിക്കടുത്തുള്ള കോത്തഗിരിയിൽ നിന്ന് ഏകദേശം 30 കിലോമീറ്ററോളം, കീഴ് കോത്തഗിരി എന്ന് പറയും, അങ്ങനെ 30 കിലോമീറ്ററോളം ഉള്ളിലേക്ക് വന്നിട്ട് ഇത്തിരി റിമോട്ടായിട്ടുള്ളൊരു ഏരിയയിലാണ് നമ്മുടെ ഈ പ്രോപ്പർട്ടി ഇരിക്കുന്നത്. പക്ഷേ ഈ സ്റ്റേയിൽ വന്നാൽ നമുക്ക് കിട്ടുന്ന വൈബ് വേറെ. പിന്നെ ഇതിൻ്റെ അടുത്ത് നമുക്കൊരു ഫോറസ്റ്റിൻ്റെ ട്രെക്കിംഗ് ഉണ്ട്. ആ ട്രെക്കിങ്ങിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു 5000 വർഷത്തിന് മേൽ പഴക്കമുള്ള, അതായത് സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും പഴയതായിട്ടുള്ള ഒരു കേവ് പെയിൻറ്റിങ്ങിലേക്കാണ് നമുക്ക് പോകാൻ പറ്റുന്നത്. അങ്ങനെ ഒരുപാട് കാഴ്ചകളും ഒരുപാട് നമുക്ക് എൻജോയ്മെൻറ്റ് കിട്ടുന്നതായിട്ടുള്ളൊരു സ്റ്റേയും ഇവിടുത്തെ കാഴ്ചകളുമാണ് ഞാനിന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ഇപ്പോൾ നമ്മുടെ യാത്ര ഗുണ്ടൽപേട്ട് റൂട്ടിൽ കൂടെയാണ്. ഇപ്പോൾ നമ്മൾ മുത്തങ്ങ ഫോറസ്റ്റിൽ കൂടെ കയറി ബന്ദിപ്പൂർ ഫോറസ്റ്റ് എല്ലാം കവർ ചെയ്ത് നമുക്ക് എന്താണെങ്കിലും ആനയെ കാണാൻ കിട്ടി. തുടക്കം തന്നെ ആനയിലാണ്. അപ്പോൾ ഒരു ആന, പിന്നെ ആനയുടെ കൂട്ടം ഒക്കെ ആയിട്ട് നമുക്ക് ആനക്കാഴ്ചകൾ കിട്ടി. പിന്നെ നമ്മൾ ഈ ഗുണ്ടൽപേട്ട് ഏരിയയിലെ ഗ്രാമവീഥികളിലൂടെ കയറി കഴിയുമ്പം നമുക്ക് ഇഷ്ടംപോലെ കാഴ്ചകളുണ്ട്. ഇപ്പോൾ ഈ ജൂലൈ ഓഗസ്റ്റ് മാസം ആകുമ്പോഴത്തേക്കും ഇഷ്ടംപോലെ സൂര്യകാന്തി പൂക്കളെല്ലാം വിരിഞ്ഞ് നിൽപ്പുണ്ട്. പിന്നെ ഇപ്പോൾ ചെണ്ടുമല്ലി തോട്ടങ്ങളൊക്കെ സജീവമായിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ യാത്ര ചെയ്യാൻ, ഈ ഏരിയയിലേക്കൊക്കെ യാത്ര ചെയ്യാൻ, ഫാമിലിയൊക്കെ ആയിട്ട് യാത്ര ചെയ്യേണ്ടവർക്ക് യാത്ര ചെയ്യാൻ പറ്റിയൊരു ബെസ്റ്റ് ടൈമാണിപ്പോൾ. ഇപ്പോൾ ഒക്കെ ആണെങ്കിൽ സൂര്യകാന്തി തോട്ടങ്ങളുമുണ്ട്. പല തോട്ടങ്ങളിലും അവർ ഉഴുത് മറിച്ച് അതിൻ്റെ വിത്ത് ഇടുന്ന കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റും. പിന്നെ മഴക്കാലമൊക്കെ ആയതുകൊണ്ട് കാലാവസ്ഥ അനുകൂലമാണ്. സൂര്യകാന്തി മുഴുവൻ അതിൻ്റെ ഇത് സൂര്യകാന്തി പൂക്കൾ. അപ്പോൾ ഇത് പക്ഷികൾ വന്ന് തിന്നിട്ട് പോകാണ്ടിരിക്കാൻ വേണ്ടിയാണ് ഇവർ ഈ ചെണ്ട കുട്ടുന്നത്. അപ്പോൾ ഇതേ മസിനഗുഡിയിൽ പുതിയ ടോൾ പ്ലാസ തുടങ്ങിയിട്ടുണ്ട്. 30 രൂപയാണ് ഫാസ്ടാഗിൽ കട്ടാകുന്നത്. നമ്മൾ ഗൂഡല്ലൂർ വഴി പോയി കഴിഞ്ഞാലും അതവിടെയും പുതിയൊരു ടോൾ പ്ലാസ കണ്ടിരുന്നു. ഇപ്പോൾ മസിനഗുഡി വഴി നമ്മൾ ഈ മഴക്കാലത്തുള്ള യാത്ര തരുന്ന വൈബ് വേറെ തന്നെയാണ്. നല്ല പച്ചപ്പൊക്കെയായി. ഇപ്പോൾ നമ്മൾ കൽഹട്ടി ചുരമൊക്കെ കയറിയിട്ട് വേണം ഊട്ടിയിലേക്ക് എത്താനായിട്ട്. ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു ചുരമാണ്. ഇപ്പോൾ ഡ്രൈവ് ചെയ്യുമ്പോൾ ഒത്തിരി എരപ്പിച്ചൊക്കെ കയറി പോകാതെ പതിയെ കയറി പോവുക, ഇല്ലെങ്കിൽ ഓവർ ഹീറ്റ് ആകാനുള്ള സാധ്യത കൂടുതലാണ് വണ്ടിക്ക്. നമ്മൾ ഊട്ടിയിൽ നിന്ന് കോട്ടഗിരിക്കുള്ള റൂട്ടിലാണുള്ളത്. ഇപ്പോൾ അത്യാവശ്യം നല്ല കാലാവസ്ഥയാണ്, നല്ല തണുപ്പുണ്ട്. പിന്നെ പോകുന്ന വഴിയിലെല്ലാം നല്ല തേയിലത്തോട്ടങ്ങൾ. ആ തേയിലത്തോട്ടങ്ങളിലെല്ലാം നടുക്കായിട്ട് ചെറിയ ചെറിയ ഗ്രാമങ്ങൾ, കളർഫുള്ളായിട്ടുള്ള ഗ്രാമങ്ങൾ, പല കളറിലുള്ള പെയിൻറ്റ് അടിച്ചേക്കുന്ന ചെറിയ ചെറിയ വീടുകളൊക്കെ ആയിട്ടുള്ള കോളനി പോലെ ആ തേയിലത്തോട്ടങ്ങളുടെ നടുക്ക് താഴ്വാരത്തായിട്ട് നമുക്ക് പല കോളനികളും കാണാൻ പറ്റുന്നുണ്ട്. ചെറിയ ചെറിയ ഗ്രാമങ്ങളാണതെല്ലാം. അപ്പോൾ അങ്ങനെയുള്ള ഭംഗിയുള്ള കാഴ്ചകൾ കണ്ടാണ് നമ്മുടെ കോത്തഗിരിക്കുള്ള യാത്ര പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. കോട്ടഗിരി വരുമ്പോൾ നിങ്ങൾക്ക് നല്ല ഫുഡ് കഴിക്കാൻ ഒരു നല്ല മെസ്സ് പരിചയപ്പെടുത്താം. ഹരി മെസ്സ്. ഇവിടെ ഈ ബാങ്ക് ഓഫ് ബറോഡയൊക്കെ ഇരിക്കുന്നതിൻ്റെയൊക്കെ ഏകദേശം അടുത്തായിട്ടാണ്. ഇന്ത്യൻ ബാങ്ക് ഉണ്ട് അടുത്ത്. അപ്പോൾ അതിൻ്റെയൊക്കെ അടുത്തായിട്ട് ഹരി മെസ്സ്. നല്ല ഫുഡാണ്. നിങ്ങൾ കോട്ടഗിരിക്ക് ട്രിപ്പ് വരുമ്പം വിസിറ്റ് ചെയ്യാൻ പറ്റുന്ന അധികം തിരക്കില്ലാത്തൊരു വ്യൂ പോയിൻ്റാണ് കോടനാട് വ്യൂ പോയിൻറ്റ്. ഇതിപ്പോൾ നമ്മൾ വീക്ക് ഡേ ആയതുകൊണ്ട് നമുക്ക് മാത്രമായിട്ടുള്ളൊരു വ്യൂ പോയിൻ്റ് പോലെയാണ്. ഇപ്പോൾ താഴേക്കുള്ള മലനിരകളും അവിടുത്തെ സമതലങ്ങളൊക്കെയാണ് നമുക്ക് കാണാൻ പറ്റുക. മിക്കവാറും സമയങ്ങളിലൂടെ കോട കിട്ടാറുണ്ട്. അപ്പോൾ പിന്നെ നല്ല കാറ്റാണ്. അപ്പോൾ ഇവിടെ എൻട്രൻസിൽ ഫീസുണ്ട്. അപ്പോൾ വണ്ടിക്കും നമുക്ക് ഓരോരുത്തർക്കും എൻട്രി ഫീ ഉണ്ട്. ചെറിയ തുച്ഛമായ പൈസയേ ഉള്ളൂ. ഇപ്പോൾ ഈ ഒരു വാച്ച് ടവറിലോട്ട് കയറി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്ന് ഇവിടുത്തെ ഈ കാറ്റുമൊക്കെ കൊള്ളാം. പിന്നെ ഇവിടുത്തെ ഈ ആ താഴ്വാരത്തിലെ കാഴ്ചകളെല്ലാം കണ്ട് ആസ്വദിക്കാം. അപ്പോൾ കോട്ടഗിരിക്ക് വരുമ്പം നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാവുന്നൊരു സ്പോട്ടാണ് കോടനാട് വ്യൂ പോയിൻറ്റ്.
ഇനി അങ്ങോട്ടുള്ള യാത്ര ഒത്തിരി എക്സൈറ്റഡ് ആണ്. കാരണം ഈ റൂട്ടിൽ ആദ്യമായിട്ടാണ് സഞ്ചരിക്കുന്നത്. ഇപ്പം കോത്തഗിരിയിൽ നിന്ന് നമുക്ക് ഏകദേശം ഒരു 30 കിലോമീറ്ററോളം ഇത്തിരി റിമോട്ടായിട്ടുള്ള ഏരിയയിലേക്കാണ് നമ്മുടെ സഞ്ചാരം. ഇപ്പോൾ കൊക്കോട് എന്നുള്ളൊരു ഏരിയ ആണ്. ശരിക്കും പറഞ്ഞൊരു ഗ്രാമത്തിലേക്കാണ് യാത്ര. നമ്മുടെ റിസോർട്ടിൻ്റെ പേരും കൊക്കോട് റിസോർട്ട് എന്നാണ്. മനോഹരമായ തേയിലത്തോട്ടങ്ങളാണ് ആദ്യം തന്നെ നമ്മളെ വരവേറ്റത്. ഇഷ്ടംപോലെ ഹെയർ പെൻ ബെൻഡുകളുള്ള റോഡുകളാണ്. അപ്പോൾ ഈ തേയിലത്തോട്ടങ്ങളിലെല്ലാം ഇടയിലൂടെ ഇഷ്ടംപോലെ കാട്ടുപോത്തുകളും നിന്ന് മേയുന്നുണ്ട് കേട്ടോ. കാട്ടുപോത്തുകൾ പിന്നെ ഇവിടെ സ്ഥിരം കാഴ്ചയാണ്. ഏത് സമയത്ത് പോയി കഴിഞ്ഞാലും നമുക്ക് ഇഷ്ടം പോലെ കാട്ടുപോത്തുകളെ കാണാൻ പറ്റും എന്നുള്ളതൊരു പ്രത്യേകത തന്നെയാണ്. സ്ഥിരം കാഴ്ചയാണ് ഇവിടെ കാട്ടുപോത്തുകൾ. ഇന്ത്യൻ വൈൽഡ് ഗോർ, കാട്ടി എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന സാധനം ഇവിടെ ഇഷ്ടം പോലെയാണ്. റോട്ടിലടക്കം കിട്ടും. നമ്മളിങ്ങോട്ടേക്ക് നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് കൊട്ടേരിയിൽ നിന്ന് ഇങ്ങനെ പുറപ്പെട്ട് കുറച്ചങ്ങ് ആയപ്പോൾ തന്നെ നമുക്ക് ഇഷ്ടംപോലെ മരം കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഭവാനി സാഗർ ഡാമിൻ്റെ ഏറ്റവും നല്ലൊരു വ്യൂ പോയിന്റിലേക്കാണ് എത്തിയിട്ടുള്ളത്. ഈ റോഡ് ഇങ്ങനെ എത്തിച്ചേരുന്നത് ഒരു പീക്കായിട്ടുള്ളൊരു ഏരിയയിൽ. അവിടെ നമുക്ക് കാണാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ ഭവാനി സാഗർ ഡാമിൻ്റെ റിസർവോയർ ഏരിയ. നമ്മൾ നല്ല ഉയരത്തിൽ നിന്നിട്ട് ഒരു ഏരിയൽ വ്യൂ ആണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമ്മുടെ സ്റ്റേയോടെ ഏകദേശം അടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ലാസ്റ്റത്തെ ഒരു 4 കിലോമീറ്ററോളം റോഡിൻ്റെ കണ്ടീഷൻ ഇത്തിരി മോശമാണ്. റോഡ് പണി നടക്കുന്നതുകൊണ്ടാണ് മെയിനായിട്ട്. ഇത് നമ്മുടെ വണ്ടി കയറി പാടെ തന്നെ അണ്ണൻ ഇതാ ഇത് മുഴുവൻ ഫെൻസിങ് ഇടുവാണേ. ഇത് ആന വന്ന് നശിപ്പിക്കും അല്ലേ? ആന ഇതെപ്പോ ചാർജിങ് പണ്ണു? നൈറ്റിലാ എപ്പോ ചാർജിങ്ങാ? ആന അപ്പവേ വന്നു മാട്. അപ്പോൾ നമ്മൾ സ്റ്റേ ചെയ്യുന്നത് ഇവിടെയാണ്. ഒരു കാടാണ് ഫുള്ള് ചുറ്റിനും. ഇതൊരു കാപ്പിത്തോട്ടം ആയിരുന്നു, പക്ഷേ ഇപ്പോൾ മെയിൻ്റനൻസ് ഒന്നും ഇല്ലാണ്ട് ഫുള്ള് കാട് പിടിച്ച് കിടക്കുവാണ് ഇവിടെയുള്ള തോട്ടങ്ങൾ മുഴുവൻ. അതുകൊണ്ട് തന്നെ ആനയും കാട്ടുപോത്തൊന്നും വേണ്ട എല്ലാ മൃഗങ്ങളും ഇതിലൂടെ ഇങ്ങനെ വിരാജിക്കുവാണ്. കാരണം കാടിനോട് ചേർന്നിട്ടുള്ളൊരു സ്ഥലം തന്നെയാണിത്. അതിൻ്റെ നടുക്ക് ഇത്രയും നല്ലൊരു സ്റ്റേ ഓപ്ഷൻ കിട്ടിയത് എന്നെ ശരിക്കും പറഞ്ഞ് അത്ഭുതപ്പെടുത്തിയേ. അപ്പോൾ നമുക്ക് ഇവിടുത്തെ റൂമുകളും കൂടെ ഒന്ന് പരിചയപ്പെടാം. നമുക്ക് ആദ്യം ഇതേ ഒരു വരാന്ത പോലത്തെ ഏരിയ നമുക്ക് ഇങ്ങനെ സൈറ്റിംഗ് ഒക്കെ കണ്ട് പുറത്തെ കാഴ്ചകളൊക്കെ കണ്ടിരിക്കാനുള്ളതുകൊണ്ട് ഉള്ളിലേക്ക് കയറിയാൽ നമ്മൾ ഒരു വലിയ ഹാൾ ഏരിയ ആണ്. ഹാളിൽ തന്നെ നമുക്ക് ബെഡ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അധികം ആൾക്കാരുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ തന്നെ നമുക്ക് സ്റ്റേ ചെയ്യാൻ പറ്റും. പിന്നെ മെയിൻ ബെഡ്റൂം എന്ന് പറഞ്ഞാൽ ഇതാ ഈ മെയിൻ ബെഡ്റൂമിലും നമുക്കിതാ 3 കോട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെയും അത്യാവശ്യം നമുക്കൊരു 5 അല്ലെ 6 പേർക്ക് നമുക്കിവിടെ സുഖമായിട്ട് കിടക്കാം. നിങ്ങൾക്ക് കുറച്ചും കൂടെ കാടിൻ്റെ ഒരു ആംബിയൻസിലാണ് താമസിക്കണം എന്ന് ആഗ്രഹമെങ്കിൽ ഞാൻ റെക്കമെൻഡ് ചെയ്യുക ഈ കണ്ടെയ്നർ സ്റ്റേ ആണ്. ഇത് നമ്മുടെ മെയിൻ പ്രോപ്പർട്ടിയിൽ നിന്ന് ഏകദേശം ഒരു 50 മീറ്ററിനടുത്ത് കുറച്ചും കൂടെ കാടിൻ്റെ ഒരു ആംബിയൻസിൽ കിട്ടുന്ന രീതിയിൽ തള്ളിയിട്ട് ഇട്ടേക്കുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ മുന്നിൽ കൂടെയൊക്കെയാണ് ആനയും കാട്ടുപോത്തും ഒക്കെ ഡെയിലി പോകാറുള്ളത്. നമ്മളിപ്പോൾ രാവിലെ കൂടെ ഇതിൻ്റെ മുന്നിൽ കൂടെ ആന പോകുന്നത് കണ്ടിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു ആംബിയൻസിൽ ഇപ്പോൾ ഇവിടെ ബേഡ്സൊക്കെ ആണെങ്കിലും ഇപ്പം മങ്കീസൊക്കെ ഇഷ്ടംപോലെ ഉണ്ട്. ആ ഒരു ആംബിയൻസിൽ നല്ല തികച്ചും പ്രകൃതിയോട് ചേർന്ന് താമസിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കണ്ടെയ്നർ സ്റ്റേ ചൂസ് ചെയ്യാം. നമ്മുടെ കണ്ടെയ്നർ സ്റ്റേയുടേത് ഫുള്ള് ഗ്ലാസ് ഏരിയ ആയതുകൊണ്ട് നമുക്ക് നല്ല വ്യൂ കിട്ടുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് ഡോറാണേലും സ്ലൈഡിങ് ഡോറാണ്. അപ്പോൾ നമ്മൾ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ ഇത് നമുക്കൊരു 6 പേർക്ക് സുഖമായിട്ട് കിടക്കാൻ പറ്റുന്ന രീതിയിൽ ബെഡ് ഇവിടെ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ബാക്കിലെ ബാൽക്കണിയിൽ നിന്നുള്ള ഒരു വ്യൂ കാണിച്ചു തരാം. ഇത് ഇവിടെ നിന്നും കിട്ടുന്നത് നമുക്ക് നല്ലൊരു സ്ലോപ്പ് ആംഗിളാണ്. അപ്പോൾ ബേഡ്സിനെയും അനിമൽസിനെയൊക്കെ സ്പോട്ട് ചെയ്യാൻ നല്ലൊരു ഏരിയ തന്നെയാണത്. അപ്പോൾ നമ്മുടെ എസ്റ്റേറ്റിൻ്റെ അടുത്ത് ആനയെ സ്പോട്ട് ചെയ്തെന്ന് കേട്ടിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ ഇത്തിരി ഗ്രൗണ്ട് ക്ലിയറൻസ് ഒക്കെ ഉള്ള വണ്ടിയും കൊണ്ട് വരുവാണെങ്കിൽ ഇതുപോലെ പല സ്ഥലങ്ങളിലൂടെ പോകാൻ പറ്റും നമുക്ക്. ഇത് നമ്മളാ മുന്നിൽ കാണുന്നത് ഭവാനി സാഗർ ഡാമിൻ്റെ റിസർവോയർ. അപ്പോൾ അതിൻ്റെ തൊട്ട് മുന്നിൽ നിന്നാണ് നമുക്കിപ്പോൾ വേഴാമ്പലുകളുടെ ഗ്രേറ്റ് ഇന്ത്യൻ ഹോൺബില്ലുകളുടെ ഫ്ലൈറ്റ് കിട്ടിയത്. നല്ലൊരു ഫ്ലൈറ്റായിരുന്നു, 7 എണ്ണം ഉണ്ടായിരുന്നു. അവരെല്ലാവരും ആ മുന്നിൽ ആ സൈഡിൽ നിന്ന് ഫ്ലൈ ചെയ്ത് ആ സൈഡിലോട്ട് പോയിട്ടുണ്ട്. ആ സൈഡിൽ നിന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രോപ്പർട്ടി ഇരിക്കുന്നത് നമ്മുടെ പ്രോപ്പർട്ടിയിലേക്കാണ് പോയേക്കുന്നത്. എന്തൊരു കാഴ്ചയെന്ന് നോക്കി. നമ്മുടെ വണ്ടിയാണ് അതിൻ്റെ അടുത്ത് കിടക്കുന്നത്. നമ്മൾ വേഴാമ്പലിനെയും കണ്ടു വരുമ്പോൾ എല്ലാവരും ആനയെ പിടിച്ചത് മേളിൽ കയറി നിൽക്കുന്നത്. നിങ്ങൾ കണ്ടാ? നിങ്ങൾ മേളിൽ കയറിയായിരുന്നു ആനയെ കണ്ടിട്ട്? ആ ഹാ ഹാ.
അങ്ങനെ ഇതാ നമുക്ക് ആനക്കൂട്ടത്തേക്ക് എത്തിയിരിക്കുകയാണ്. നമുക്ക് ഒന്നല്ല 5-6 ആനകളുണ്ട്. നമ്മൾ വേഴാമ്പലിനെ തപ്പി ഇറങ്ങിയതാണ്. അപ്പം നമ്മൾ നിൽക്കുന്ന മലയുടെ അപ്പുറേ മലയിൽ നമുക്ക് ആനകൾ കൂട്ടമായിട്ട് കിട്ടിയേക്കുവാണ്. അങ്ങനെ നമ്മൾ ആനനെ തപ്പി പിടിച്ചിരിക്കുകയാണ്. ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. നാല് വലുതും 2 കുഞ്ഞുണ്ട്. 4 എന്നല്ല 5 വലുത്. ചെറുതുണ്ടല്ലേ? കിട്ടും. വരിയായിട്ട് വരുമല്ലേ. എന്തായാലും വണ്ടി കയറി അന്നേരം തന്നെ അണ്ണൻ ഇത് മൊത്തം ഫെൻസിങ് ഓണാക്കും, ഗേറ്റ് അടയ്ക്കും. ഇത്രയധികം ആനയുടെ ഡെൻസിറ്റി ഉള്ളൊരു ഏരിയ ആണിത്. നമ്മൾ തിരിച്ചെത്തുമ്പോഴത്തേക്ക് സന്ധ്യയായേ. ഇപ്പോൾ നമ്മുടെ എസ്റ്റേറ്റ് ബംഗ്ലാവിൻ്റെ ആ നൈറ്റിലെ ഒരു വ്യൂ നോക്കിയേ, കിട്ടുമായിട്ടുണ്ടേ. നമ്മുടെ പഴയ തറവാട് വീടിൻ്റെയൊക്കെ ഒരു സെറ്റപ്പാണ്. അതും ഒരു കാടിൻ്റെ നടുക്കായിട്ട് നല്ല ഫീല് തരുന്നൊരു സ്റ്റേ. നമുക്ക് ഈ മുന്നിലൊക്കെ സന്ധ്യാസമയത്ത് ഇറങ്ങിയിരിക്കാൻ തന്നെയുള്ള ഒരു കിടു വൈബ് തന്നെയാണേ. അണ്ണൻ്റെ പേര് കാളൻ. കാളനണ്ണനാണ് നമുക്ക് വേണ്ടി ഡിന്നർ റെഡിയാക്കുന്നത്. ചിക്കൻ കറി ഓൾറെഡി റെഡി ആയിട്ടുണ്ട്. ചിക്കൻ 65 റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ഇങ്ങനെ സന്ധ്യ കഴിഞ്ഞാൽ ഈ കോട്ടഗിരിയുടെ ചെറിയ തണുപ്പിന് ഇതേപോലെ ഒരു ക്യാമ്പ് ഫയർ ഒക്കെ ഇടുവാണെങ്കിൽ പൊളിയാണ്. അപ്പോൾ ചെറുതായിട്ട് കൂട്ടുകാരൊക്കെ ആയിട്ട് കമ്പനി ഗുണമൊക്കെ ആയിട്ട് വരുന്നവർക്ക് നല്ല അടിപൊളി വൈബായിരിക്കും കേട്ടോ ഇവിടെ. ഇതൊക്കെ ഭിത്തിയിലിരിക്കുന്ന ഒരു നിശാശലഭം ഭയങ്കര ഒരുത്തൻ. ഫുഡ് നമുക്ക് മൊത്തത്തിൽ അടിപൊളിയാണ്. അത് എവിടെയാണല്ലോ ഈ ട്രൈബൽസ് ഉണ്ടാക്കുന്ന ഫുഡിൻ്റെ ടേസ്റ്റ് വേറെ ലെവൽ തന്നെയാണ്. അങ്ങനെ ഫുഡും കഴിഞ്ഞ് നമ്മൾ നൈറ്റ് ഡ്രൈവിന് ഇറങ്ങുവാണ്. നമ്മുടെ ഈ പ്രോപ്പർട്ടി കൂടെയും ഇതിൻ്റെ അടുത്തുള്ള ഏരിയ കൂടെ തന്നെയാണ്. അപ്പോൾ നമ്മൾ ഇതേ മുന്നോട്ടേക്ക് വന്ന് നമ്മൾ ആ മുന്നേ നമ്മുടെ ഡാമിൻ്റെ വ്യൂ കണ്ട ഏരിയ ഇല്ലേ, അവിടുന്ന് നമുക്ക് നൈറ്റിലെ വ്യൂ ഒന്ന് കണ്ടു നോക്കിയാലോ. ഇതാണ് ഇവിടുത്തെ ഒരു വൈബ്. സത്യമംഗലമുണ്ട്, ബന്നാരി. സത്യമംഗലമുണ്ട്, ബന്നാരി ഉണ്ട്, അന്നൂർ, പിന്നെ അങ്ങോട്ടേക്ക് മേട്ടുപ്പാളയം സൈഡാണ് വരിക. ഇതേ ടോർച്ച് അടിക്കുന്നത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വണ്ടിയുടെ തൊട്ട് മുന്നിൽ കൂടെ ഒരു കരടി റോഡ് ക്രോസ് ചെയ്ത് ആ കാട്ടിലോട്ട് കയറിപ്പോയി. ക്യാമറ എടുക്കാനൊന്നും സമയം കിട്ടിയില്ല. അതിന് മുന്നേ സെക്കൻഡുകൾക്കുള്ളിൽ അവൻ ചാടിപ്പോയി. ഒരു കരടിയെ അങ്ങനെ നമ്മൾ ഇവിടെ വന്നിട്ട് കാണാൻ പറ്റി കേട്ടോ. ഈ കോത്തഗിരി മൊത്തത്തിൽ കരടിയുടെ ഏരിയ ആണ്. കരടിയും പുള്ളിപ്പുലിയൊക്കെ ഇഷ്ടം പോലെ സ്പോട്ടിങ് കിട്ടുന്ന ഏരിയ ആണ്. എന്നാലും നമ്മുടെ വണ്ടിയുടെ മുന്നിൽ കിട്ടുമെന്ന് ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇന്ത്യൻ വൈൽഡ് കോർ കാട്ടുപോത്തുകൾ ഇവിടെ നിറയെ ഉണ്ട് കേട്ടോ, ഇഷ്ടം പോലെ ഉണ്ട്. എവിടെ ചെന്നാലും ഈ സാധനത്തിനെ കാണാൻ വഴി നിറച്ച്. അതുകൊണ്ട് രാത്രിയിലൊക്കെ ഇതിലൂടെ ഡ്രൈവ് പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. ഇവിടെ നൈറ്റ് ഡ്രൈവിന് പ്രത്യേകിച്ച് റെസ്ട്രിക്ഷൻസ് ഒന്നും ഇല്ല കേട്ടോ. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഈ മൃഗങ്ങളൊക്കെ വഴി കാണുമെന്നുള്ള ശ്രദ്ധിക്കുക. ഇത് ഈ എസ്റ്റേറ്റുകളിൽ കൂടെ എല്ലാം, ഇതെല്ലാം എസ്റ്റേറ്റുകളാണ്. എസ്റ്റേറ്റുകളിൽ കൂടെ എല്ലാം ഇതുങ്ങൾ രാത്രി ആകുമ്പോഴത്തേക്ക് ഇഷ്ടം പോലെ ആക്റ്റീവ് ആവും. തള്ളയും കുഞ്ഞുങ്ങളും ഒക്കെ ആയിട്ട് ഒരുപാടെണ്ണമുള്ള ഗ്രൂപ്പുകൾ തന്നെയാണ് ഇവിടെ ഉള്ളത് കൂടുതലും. അപ്പോൾ എന്താണല്ലോ നമ്മൾ നൈറ്റിൽ ഈ ഏരിയയിൽ തന്നെ നമുക്ക് ഇഷ്ടം പോലെ മൃഗങ്ങളെ കാണാൻ പറ്റും എന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. ആനയുടെ ചിഹ്നവിളിയൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കേൾക്കുന്നുണ്ടെങ്കിലും നമ്മുടെ വണ്ടിയുടെ മുന്നിൽ ഭാഗ്യം കൊണ്ട് പെട്ടില്ല. ചെറിയ റോഡൊക്കെ ആയതുകൊണ്ട് അതും വളരെ ശ്രദ്ധിച്ച് വേണം. കാരണം ഒത്തിരി മുന്നിലൊക്കെ പോയി പെട്ട് കഴിഞ്ഞാൽ റിവേഴ്സ് എടുക്കാൻ പോലുള്ള ഗ്യാപ്പില്ല റോഡിന്. ചെറിയ ചെറിയ റോഡുകളാണ് ഇതിലൂടെ ഉള്ളത്. ഇതേ നോക്കി ഈ പോത്തുംകൂട്ടത്തിൻ്റെ കളി നോക്കി വളരെ വിചിത്രമായിട്ട് തോന്നി. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിച്ചാടി കളിക്കുന്നു. എന്തൊക്കെയോ ഒരു എന്താ പറയുക, ഒരു ഭ്രാന്ത് പിടിച്ച പോലത്തെ ഒരു കളി. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി കേട്ടോ. അത് വേണ്ട ഓക്കെ. അത് എല്ലാം തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എന്നെ പരിപാടി. അങ്ങനെ ഇതേ നമ്മൾ രാവിലെ വേഴാമ്പലിനെ തപ്പി ഇറങ്ങിയപ്പോൾ നമ്മുടെ പ്രോപ്പർട്ടിയിൽ തന്നെ ആന, തള്ളയാനയും കുട്ടിയുണ്ട്. തൊട്ടടുത്തായിട്ട് തന്നെയാണ്. അതായത് നമ്മൾ സ്റ്റേ ചെയ്ത നമ്മുടെ റൂമിൻ്റെ ഇന്നൊരു 100 മീറ്റർ ഇപ്പുറത്ത് തന്നെ പ്രോപ്പർട്ടിക്ക് ഉള്ളിൽ. അപ്പോൾ ഇവിടെ അടുത്തൊരു മരത്തിൽ വേഴാമ്പൽ വരും. അതിനെ കാണാനായിട്ട് വന്നപ്പോൾ നോക്കുമ്പോഴാണ് ആന ഇരിക്കുന്നത്. തള്ളയും കുട്ടി ആയതുകൊണ്ട് തന്നെ നമ്മൾ വളരെ ശ്രദ്ധിക്കണം. ഒരു കുട്ടിക്കൊമ്പനാണ് കൂടെയുള്ളത് കേട്ടോ. അതുകൊണ്ട് നിങ്ങളും ഈ പ്രോപ്പർട്ടിയിൽ വരുമ്പം ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇതിനകത്തോടെ ഒന്നും വെറുതെ ഇറങ്ങി നടക്കരുത്. ഇവരെ കൂട്ടിയിട്ട് മാത്രമേ ഇറങ്ങി നടക്കാവുള്ളൂ.
ഇപ്പോൾ ഇവിടെ നമ്മുടെ കിച്ചണിലുള്ള കാളനണ്ണനെയും കുമാരണ്ണനെയോ അവരെ ആരെങ്കിലും ഒരാൾ കൂടെ വന്നില്ലെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ അകത്തോടൊന്നും ഇറങ്ങി പോകരുത്. ആന കാണും. നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇതിൻ്റെ മുന്നിൽ പോയി പെട്ട് കഴിഞ്ഞാൽ അപകടമാണ്. ഇവിടെ കുറേ ആനയുടെ ആക്രമണം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇവിടുത്തെ ട്രൈബൽസിന് ആനനെ വമ്പം പേടിയാണ്. ആനാന്ന് കേട്ട് കഴിഞ്ഞാൽ അവർ ഓടിപ്പെരയ്ക്കുള്ളിൽ കയറും. ഈ പ്രദേശത്തുള്ള എസ്റ്റേറ്റുകളെല്ലാം മെയിൻറ്റെയിൻ ചെയ്യാതെ ഇതേപോലെ കാട് പിടിച്ച് കിടക്കുകയാണ്. അതുകൊണ്ട് ആയിരക്കണക്കിന് ഏക്കർ സ്ഥലങ്ങളാണ് ഇതേപോലെ ആനയ്ക്കും കാട്ടുപോത്തുകൾക്കെല്ലാം ഇഷ്ടം പോലെ തീറ്റയായിട്ട് കിടക്കുന്നത്. പിന്നെ ഈ എസ്റ്റേറ്റുകളിലെല്ലാം പ്ലാവാണ് തണൽമരമായിട്ട് വെച്ചേക്കുന്നത് കാപ്പിയുടെ കൂട്ടത്തിൽ. അപ്പോൾ ഈ പ്രദേശത്തുള്ള ആനകളെല്ലാം ഉള്ള കാട്ടിൽ നിന്നെല്ലാം ഇപ്പോൾ ഈ എസ്റ്റേറ്റുകളിലാണ് ഉള്ളത്. പ്രത്യേകിച്ച് ഈ ചക്കയുടെ സീസണും കൂടെ ആയിക്കഴിഞ്ഞാൽ പിന്നെ ഇവർ ഈ ഏരിയയിൽ നിന്ന് മാറുകയില്ല. അപ്പോൾ നമ്മളൊക്കെ ഇതിലൂടെ നമ്മുടെ എസ്റ്റേറ്റ് ആണല്ലോ അല്ലെങ്കിൽ പ്രോപ്പർട്ടി ആണല്ലോ എന്ന് വിചാരിച്ച് ഇറങ്ങി നടക്കുമ്പോഴായിരിക്കും ഇതിൻ്റെ മുന്നിൽ പോയി പെടുക. ഈ കാടിൻ്റെ ഉള്ളിൽ ഇവർ മറഞ്ഞു നിന്ന് കഴിഞ്ഞാൽ നമ്മൾ പ്രത്യേകിച്ച് കാണുകയില്ല പെട്ടെന്ന്. ഇവിടുത്തെ രാവിലത്തെ ആംബിയൻസ് ഒക്കെ ഇടുവാണ് കേട്ടോ. ഇഷ്ടംപോലെ ബേഡ്സും അനിമൽസും, പ്രത്യേകിച്ച് ഇത് മലയണ്ണന്മാരൊക്കെ ഇഷ്ടം പോലെ നമ്മുടെ പ്രോപ്പർട്ടി തന്നെ തൊട്ട് മുന്നിൽ തന്നെ നമുക്ക് കാണാൻ കിട്ടും. ഫോട്ടോഗ്രാഫിയൊക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും സമയം പോകുന്ന അറിയേയില്ല. ഒരു 2-3 ദിവസമൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആസ്വദിക്കാനുള്ള ആവശ്യത്തിൽ കൂടുതൽ കാര്യങ്ങളത് ഇവിടെ തന്നെയുണ്ട്. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് രാവിലെ ഒരു നൈസ് ട്രക്കിന് ഇറങ്ങിയേക്കുവാണ്. ഇത് തമിഴ്നാട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് നടന്നാണ്. തമിഴ്നാട് ട്രക്ക്.in എന്നുള്ളൊരു സൈറ്റിൽ കയറിയിട്ട് വേണം ബുക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മുടെ പ്രോപ്പർട്ടിയിൽ നിന്ന് ഏകദേശം ഒരു 4 കിലോമീറ്റർ ദൂരത്തിനുള്ളിൽ മാത്രമാണ് ഈ ട്രക്ക് ഉള്ളത്. നമുക്ക് അവരുടെ വെബ്സൈറ്റിൽ കയറി ബുക്ക് ചെയ്യുക. ഏകദേശം 1100 രൂപയാണ് ഈ ചാർജ് വരുന്നത്. അപ്പോൾ നമ്മളിവിടെ വന്നു കഴിയുമ്പോൾ റിപ്പോർട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്കിത് ഒരു ക്യാപ്പ് തരുന്നുണ്ട്, 2 ബ്രോസ്ലെറ്റ് ഒക്കെ തരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു നമ്മുടെ ട്രക്കിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു 5000 വർഷം പഴക്കമുള്ള പെയിൻറ്റിങ്ങുകൾ, സൗത്ത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും പഴയ ആയിട്ടുള്ള പെയിൻറ്റിങ് കാണാനായിട്ടാണ് പോകുന്നത്. ഒരു കേവിൻ്റെ ഉള്ളിലാണ്. ഇപ്പോൾ ഫോറസ്റ്റിൻ്റെ ഉള്ളിലൂടെ ട്രക്ക് ചെയ്ത് വേണം പോകാനായിട്ട്. ഇത് അങ്ങനെ നമ്മൾ കുത്തിറക്കങ്ങൾ ബുദ്ധിമുട്ടുള്ളിടം ഇവർ നമുക്ക് റോപ്പ് കെട്ടിത്തരും. റോപ്പ് കെട്ടി അതിൽ പിടിച്ച് നമുക്ക് ഇറങ്ങാം. ഇതൊരു ഹെവി സീനാണ് കേട്ടോ. ഇവിടെ ഇവിടെ സകലമാന ജീവജാലങ്ങളുമുണ്ട്. ഇവിടെ എനിക്ക് തോന്നുന്ന പലതിൻ്റെയും ഡ്രോപ്പിങ് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. അവിടെ മെയിനായിട്ട് നമ്മളതാ നോക്കുന്നുണ്ട്. ഇവിടെ മൃഗങ്ങൾ വന്ന് റെസ്റ്റ് എടുക്കുന്ന ഏരിയ, നല്ല രീതിയിൽ മൃഗങ്ങളുടെ ആക്ടിവിറ്റി ഉള്ളൊരു ഏരിയ അത്. അപ്പോൾ ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകത അതൊന്നുമല്ല. സ്ഥലത്തിൻ്റെ പ്രത്യേകത ആ പാറകളിൽ കാണുന്ന പഴയ കാലത്തെ 5000 വർഷത്തിന് മുകളിൽ പഴക്കമുള്ള பெயிண்டிங்குகளாக പറയുന്നത്. காணிச்சு தராது. இது 5000 வருஷத்துக்கு முன்னாடியே வரையப்பட்டதுன்னு சொல்லியிருக்காங்க சார். பட் இதோடைய கதை எப்படின்னா, இங்கே வாழ்ந்த மக்களுடைய வாழ்க்கை கதையை அப்படியே படமாக வரைஞ்சிருக்காங்க சார். ஃபஸ்ட்டில் அவங்க ஒரு இடத்துல இருந்திருக்காங்க, இருந்து அப்புறம் சண்டை போட்டு அதிலேருந்து காட்டுக்குள்ளார வந்து காட்டுக்குள்ளார அனிமல்ஸ் கூட அவங்க ட்ராவல் பண்ணியிருக்காங்க சார். சில அனிமல்ஸை வேட்டையாடி சாப்பிட்ருக்காங்க. சில அனிமல்ஸ் அவங்க போகிறதுக்கு வர்றதுக்கு பயன்படுத்தியிருக்காங்க சார். பயன்படுத்தி லாஸ்ட்டில் போய் என்ன பண்ணிட்டாங்கன்னா, போக போக இதாயிடுச்சு. இதானதும் அனிமல்ஸ் தனியாக இவங்க தனியாக பிரிஞ்சிருவாங்க சார். பிரிஞ்சு இவங்க தனியாக போயிருப்பாங்க சார். அனிமல்ஸ் தனியாக காட்டுக்குள்ளாரையே இருந்திருக்கும் சார். இந்த மாதிரி இதுதான் இதோடைய வாழ்க்கை கதை சார். ഈ ഒരു പെയിൻറ്റിങ് ഉണ്ടോ, ഇത് അവർ യുദ്ധത്തെ, അന്നത്തെ കാലത്തെ യുദ്ധത്തിന് വേണ്ടി അതിൻ്റെ ഒരു പെയിൻറ്റിങ്ങാണ് ചെയ്തേക്കുന്നത്. அனிமல்ஸு அந்த கூடு, அந்த அனிமல்ஸ் அந்த எலும்பு கூடு இருக்கு இல்லைங்களா சார், அதை பவுட்ரு பண்ணி அப்புறம் இந்த மரத்து பால், இலத்தலை இதில் போட்டு மிக்ஸ் பண்ணி தான் இதை பெயிண்டிங் பண்ணியிருக்காங்க சார். அந்த இதில் தான் இதை பெயிண்டிங்கை படமாக வரைஞ்சிருக்காங்க சார். അപ്പോൾ നമുക്കിവിടെ വന്നു കഴിഞ്ഞാൽ ഈ പെയിൻറ്റിങ്ങുകൾ മാത്രമല്ല, ഇത് വമ്പൻ തേനീച്ചക്കൂടുകളും കാണാൻ പറ്റും. ഈ പാറയിടുക്കിൻ്റെ അകത്ത് നല്ല ഹൈറ്റിലായിട്ട് വലിയ തേനീച്ചക്കൂടുകൾ കാണാൻ പറ്റും. അതൊരു പ്രത്യേക കാഴ്ച തന്നെയാണ്. നമ്മുടെ ഈ ട്രക്ക് റൂട്ടിൽ തന്നെ നമുക്ക് ഈ ഭവാനിസാഗർ റിസർവോയറിൻ്റെ നല്ലൊരു വ്യൂ പോയിൻറ്റും കിട്ടുന്നുണ്ടേ. അപ്പം ഇതാ നമ്മൾ ട്രക്ക് ചെയ്ത് കഴിഞ്ഞ് വന്ന് ഏകദേശം നമ്മൾ 1 മണിയായപ്പോൾ സമയം. അപ്പോൾ ഇതാ നമ്മുടെ ലഞ്ച് റെഡി ആയിട്ടുണ്ട്. ലഞ്ചിൽ നമ്മുടെ കാളൻ ചേട്ടൻ എന്താ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതെന്നുള്ളത് നമുക്ക് നോക്കാം.
ചോറും കറികളും തന്നെയാണ്. എന്തൊക്കെയാണ് ബ്രോ ഉള്ളത്? നമുക്കിപ്പോ മട്ടൻ ഉണ്ട്, ചിക്കൻ ഉണ്ട്, മട്ടൻ പെപ്പർ ഫ്രൈ, കാളഞ്ചേട്ടന്റെ സ്പെഷ്യൽ സാധനമാണ് സാമ്പാർ. മട്ടൺ പെപ്പർ ഫ്രൈ എന്ന് കാണിച്ചേ. മട്ടൻ പെപ്പർ ഫ്രൈ ഇതാ, മട്ടൺ പെപ്പർ ഫ്രൈ, ചിക്കൻ കറി ഉണ്ട്, ചിക്കൻ കറി, ഒരു ക്യാബേജ് തോരൻ. ഇതെന്താ നമ്മ ഇത് രസം. രസം. ഓ രസമുണ്ട്. കേടുണ്ട്, സാമ്പാറും ഉണ്ട്. കണ്ടെയ്നർ സ്റ്റൈലിൽ ഗസ്റ്റുകൾ ഇല്ലാത്തതുകൊണ്ട് ഇതേ ഇവന്മാർ കൈയടക്കിയേക്കുവാണേ. അപ്പോൾ ഇവിടെ മുഴുവൻ കുരങ്ങന്മാർ ഇഷ്ടം പോലെ ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ റൂമൊക്കെ അടച്ചിട്ടിട്ടേ പോവുള്ളൂ. എന്തെങ്കിലും സാധനങ്ങളൊക്കെ സെക്യൂർ ചെയ്ത് വെച്ചിട്ടേ പോവുള്ളൂ. പിന്നെ നമുക്ക് ഈ കണ്ടെയ്നർ സ്റ്റൈലിൽ നിന്ന് ഞാൻ മുന്നേ പറഞ്ഞല്ലോ, വൈൽഡ് അനിമൽസ് എല്ലാ സാധനത്തിനെയും കാണാൻ പറ്റും. വെറുതെ അങ്ങോട്ടേക്ക് വന്നപ്പോൾ കണ്ടതാണ് അതെ ഒരു ഒമെണ്ടൻ കാട്ടുപോത്ത് ഒറ്റയാൻ. അപ്പോൾ അവിടെ ഫെൻസിങ് ഒക്കെ ഉള്ളതുകൊണ്ട് കുറച്ചൊക്കെ സേഫാണ്, എങ്കിലും നമുക്ക് ഫുള്ളായിട്ട് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് നോക്കി കണ്ടൊക്കെ ഇതിലൂടെ നടക്കാവുള്ളൂ കേട്ടോ. ഇപ്പോൾ നമ്മുടെ ഈ കൊക്കോട് റിസോർട്ട് കീഴ്കോത്തഗിരിയുള്ള ഈ റിസോർട്ടിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ പെർ ഹെഡ് 2000 ആണ് ചാർജ് ചെയ്യുന്നത്. എൻ്റെ അഭിപ്രായത്തിൽ വളരെ റീസണബിൾ റേറ്റാണ്. ഇതുപോലെ ഒരു പ്രോപ്പർട്ടിയിൽ ഈ റേറ്റിൽ ഇപ്പോൾ കിട്ടുന്നതെന്ന് പറഞ്ഞാൽ വലിയ കാര്യമാണ്. അതിൽ നമുക്ക് 2 ടൈംസ് മീൽസ് വരുന്നുണ്ട്, ഡിന്നർ വരുന്നുണ്ട്, ബ്രേക്ക്ഫാസ്റ്റ് വരുന്നുണ്ട്. നല്ല ഫുഡാണ്. പിന്നെ ഇവിടുത്തെ ആംബിയൻസ് ഞാൻ കാണിച്ചു തന്നല്ലോ, അപ്പോൾ നിങ്ങൾക്കറിയാലോ. അപ്പോൾ അടിപൊളി വൈബ്, ഒരു രക്ഷയില്ല. പിന്നെ ഇങ്ങോട്ടേക്ക് വരുന്ന റോഡ് കുറച്ച് മോശമാണ്, ഇപ്പോൾ റോഡിൻ്റെ പണി നടക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ വരുന്ന വണ്ടി ഒന്ന് വിളിച്ച് ചോദിച്ച് കൺഫേം ചെയ്തിട്ടേ വണ്ടി ഏതാണെന്നുള്ളത് സെലക്ട് ചെയ്യാവുള്ളൂ. അപ്പോൾ ആ ഒരു ചെറിയ ബുദ്ധിമുട്ടൊഴിച്ച് ബാക്കി എല്ലാം അടിപൊളി വൈബാണ്. പിന്നെ നെറ്റ്വർക്ക് ഇവിടെ വളരെ കുറവാണ്, BSNL മാത്രമേ നെറ്റ്വർക്ക് ഉള്ളൂ. ഇത് നമ്മ തോട്ടം തന്നെ. ചക്ക മൊത്തം പറിക്കണം അടുത്ത വർഷം. അപ്പോൾ നമ്മൾ പോകുന്നതിന് മുന്നേ ആയിട്ട് ഒന്നും കൂടെ നമ്മൾ വേഴാമ്പലിനെ തപ്പി ഇറങ്ങുവാണ്. നമ്മൾ ഇന്നലെ ആ ഫ്ലൈറ്റ് കണ്ടില്ല, അവർ പറന്ന് വന്നിരുന്നത് നമ്മുടെ ഈ തോട്ടത്തിനുള്ളിൽ ഒരു മരത്തിലേക്കാണ്. അപ്പോൾ നമ്മുടെ കൂടെയുള്ള കുമാരണ്ണന് പുള്ളിക്ക് കറക്റ്റ് അറിയാം ഇവിടെ ഹോൺബിൽസ് വരുന്ന ഏരിയയും മരങ്ങളെല്ലാം. അപ്പോൾ നമ്മുടെ തോട്ടത്തിൽ തന്നെ ഒരു 4-5 ആൽമരങ്ങളുണ്ട്. ആ കായുള്ള സമയത്താണെങ്കിൽ അത് നിറഞ്ഞ വേഴാമ്പലുകളാണെന്നാണ് പുള്ളി പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ഒരു മരം തപ്പി പോവാണ്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ഈ എസ്റ്റേറ്റ് റോഡെല്ലാം ഉപയോഗിക്കാണ്ട് കിടന്നിട്ട് ഇങ്ങനെ അടഞ്ഞു കിടക്കുവാണ്, കാടെല്ലാം പിടിച്ച് കിടക്കുവാണ്. ആ റോഡെല്ലാം ഇനി വെട്ടി തെളിച്ചെടുക്കണം. സേഫായിട്ട് നിന്നാൽ മതി, വണ്ടി കുറച്ച് മുന്നോട്ടേക്ക്. അങ്ങനെ ഇത് എന്താണോ നമ്മൾ ആഗ്രഹിച്ചത്, എന്താണോ നമ്മൾ തേടി നടന്നത്, അത് ഇത് നമ്മുടെ തൊട്ട് മുന്നിൽ ഒരു വേഴാമ്പൽ നമ്മുടെ മുന്നിലുള്ള മരത്തേൽ അധികം ദൂരത്തിലല്ലാതെ തന്നെ നമുക്ക് കിട്ടിയിരിക്കുകയാണ്. ഒത്തിരി സന്തോഷമായി. നമുക്കിവിടെ ജീപ്പിൽ വരാൻ പറ്റും, അല്ലാതെ ഇവിടെ വന്നാൽ റിസ്ക്കാണ്. ആനയുണ്ട്, ഇതൊക്കെ ആന പോകുന്ന ഏരിയ കണ്ടോ, നല്ല ആന നടക്കുന്ന ഇതിലൂടെ എല്ലാം കണ്ടോ. പുറകെ കാണുന്നതാണ് ഇവിടുത്തെ കിച്ചൺ ഏരിയ. അപ്പോൾ കിച്ചൻ്റെ മെയിൻ ആളാണ് നമ്മുടെ കുമാരണ്ണൻ. ഈ ഏരിയയിലെ ഉള്ള ആളാണ്, ഈ നാട്ടുകാരനാണ്. അപ്പോൾ ആള് നല്ലൊരു കുക്കാണ്, കിഡിലൻ ഫുഡാണ് നമുക്ക് ഉണ്ടാക്കി തന്നത്. ഫുഡിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, ഹോൺബിലിനെ ട്രാക്ക് ചെയ്യുന്ന കാര്യത്തിലും ആള് ഉസ്താദാണ്. നമുക്ക് നല്ല രീതിയിൽ ഹോൺബിലിനെ ട്രാക്ക് ചെയ്ത് തന്ന ആൾ. ഇപ്പോൾ കോത്തഗിരിയിൽ നിന്നും ഏകദേശം 30 കിലോമീറ്റർ ഉള്ളിലായിട്ടാണ് നമ്മുടെ ഈ കൊക്കോട് റിസോർട്ട് ഇരിക്കുന്നത്. കീഴ്കോത്തഗിരിയിൽ നിന്ന് മുന്നോട്ടേക്ക് വരണം. എന്താണെങ്കിലും കിഡു എക്സ്പീരിയൻസ് ആയിരുന്നു ഞങ്ങൾക്ക് കിട്ടിയത്. വൈൽഡ് ലൈഫ് എല്ലാമായിട്ട് അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തു. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങളും പ്രകൃതിയൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ, വൈൽഡ് ലൈഫിനെയൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഇവിടെ ഒരിക്കലും വന്ന് സ്റ്റേ എടുക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. 3-4 ദിവസം വന്ന് സ്റ്റേ എടുത്താൽ ഒരു നഷ്ടവും വരില്ല. അടിപൊളി വൈബാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോയും ഇവിടെ കൊണ്ട് വൈൻഡപ്പ് ചെയ്യുന്നു. നിങ്ങൾക്ക് നമ്മുടെ ഈ ഒരു കൊച്ചു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറൊക്കെ തന്ന് സപ്പോർട്ടും കൂടെ ചെയ്തേക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നതിനും വരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ.